ഹലോ എവരിവൺ, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ 12th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെറിവേഷനാണ്. ആ ഒരു ഡെറിവേഷനിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ എ സി സോഴ്സ് അപ്ലൈഡ് ടു ആൻ റെസിസ്റ്റർ സർക്യൂട്ട്. നമ്മൾ എ സി സോഴ്സിനെ കുറിച്ച് പഠിച്ചൂലേ? ആ എ സി സോഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രാഫൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എ സി സോഴ്സിൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെ വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യും, അതായത് വി സീറോ സൈൻ ഒമേഗ ടി, അതേപോലെ തന്നെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ സീറോ സൈൻ ഒമേഗ ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ term, that is voltage and current, that is being expressed in the terms of alternating source, right? We have discussed this in the previous class. So we are now going to discuss about three medium-sized derivations, which is extremely important in our public exams, especially in Kerala syllabus. So നമുക്ക് ഈ ഒരു ഡെറിവേഷൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഇത് പറഞ്ഞാൽ എ സി സോഴ്സ് അപ്ലൈഡ് ആണ് ഇൻ റെസിസ്റ്റർ സർക്യൂട്ടാണ്. ഒരു റെസിസ്റ്റർ സർക്യൂട്ടിലേക്ക് നമ്മൾ എ സി സോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഇക്വേഷനാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ അടുത്തത് എന്തായിരിക്കും? യെസ്, എ സി സോഴ്സ് അപ്ലൈഡ് ഓൺ എ റെസിസ്റ്റർ സർക്യൂട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എ സി സോഴ്സ് അപ്ലൈഡ് ഓൺ എ എന്ത് സർക്യൂട്ട്? യെസ്, കപ്പാസിറ്റർ സർക്യൂട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇൻഡക്ടർ സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് ഏതിനെ തുടങ്ങാം? യെസ്, നമുക്ക് റെസിസ്റ്റർ സർക്യൂട്ടിനെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എ സി സോഴ്സ് ഞാനൊരു റെസിസ്റ്റർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ചിത്രം വരയ്ക്കാം. എനിക്കിതാ ഇങ്ങനെ ഒരു ഡയഗ്രാം കിട്ടും. ഓക്കെ, ഇതാണ് ഒരു റെസിസ്റ്റർ. ഇത് റെസിസ്റ്റർ ഞാൻ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു എ സി സോഴ്സിനെയും ഞാൻ എന്ത് ചെയ്തു? യെസ്, കൊടുത്തു കേട്ടോ. എ സി സോഴ്സിനെയും കൊടുത്തു. ഓക്കെ, നോ പ്രോബ്ലം ഇല്ലേ? അപ്പോൾ ഞാൻ എന്നിട്ട് ഓക്കെ, ഇതൊരു എ സി സോഴ്സ് ആണ് കേട്ടോ. ഈ സർക്കിളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു എ സി സോഴ്സ് ആണ്. ഇത് എന്നല്ല, വേണമെങ്കിൽ ഒന്നും കൂടി നന്നായി എഴുതാം. നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് എ സി. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെയൊരു എന്ത് കിട്ടി? യെസ്, ഇങ്ങനെയൊരു സർക്യൂട്ട് നമുക്ക് ഉണ്ട്. ഈ ഒരു സർക്യൂട്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഒരു എ സി സോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എ സി സോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓംസ് ലോ പ്രകാരം എന്തായിരിക്കും ഒരു ഇക്വേഷൻ? ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും റെസിസ്റ്റൻസും പിന്നെ അതേപോലെ തന്നെ കറണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഇക്വേഷനുള്ള ഓംസ് ലോയ്ക്ക്, അതാണ് യെസ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ? യെസ്. ഇനി ഈ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതണം. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് വി. വി എന്ന് പറഞ്ഞാൽ വി സീറോ സൈൻ ഒമേഗ ടി അല്ലേ? അതിൽ നമ്മൾ പീക്ക് വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്, പിന്നെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, അതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പം ഞാൻ ഈ വീനെ ഞാൻ വി സീറോ സൈൻ ഒമേഗ ടി ആക്കി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ എനിക്ക്? യെസ്, തീർച്ചയായും ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ വിയെ ഞാൻ എന്താക്കി മാറ്റി? യെസ്, വി സീറോ സൈൻ ഒമേഗ ടി ആക്കി. അപ്പോൾ എനിക്ക് വി സീറോ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് കിട്ടും അല്ലേ? യെസ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കാണിക്കാം. ഇതാണ് എന്താ വി സീറോ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഐ ആർ. നമ്മൾ വീനെ വി സീറോ സൈൻ ഒമേഗ ടി ആക്കിയിട്ട് മാറ്റി എഴുതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതിൽ നമുക്ക് കറണ്ട് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. കറണ്ടിനെ മാറ്റി നിർത്താം. അപ്പോൾ എന്ത് വരും? യെസ്, ഐ ഈസ് ഈക്വൽ ടു ഓംസ് ലോ പ്രകാരം വി ബൈ ആർ ആണ്. ഇവിടെ വീന്റെ സ്ഥാനത്ത് ആരാണ്? യെസ്, വി സീറോ സൈൻ ഒമേഗ ടി ആണ്. വി സീറോ സൈൻ ഒമേഗ ടി ബൈ ആർ ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേം കണ്ടോ, വി സീറോ ബൈ ആർ. ആ സംഭവത്തിന്, ആ ഒരു ടേമിനെ ഞാൻ എന്താക്കിയിട്ട് എടുത്തു എന്ന് അറിയും? വി സീറോ ബൈ ആറിനെ ഞാൻ ഐ സീറോ ആക്കിയിട്ട് എടുത്തു. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ
സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഡെറിവേഷനിൽ പഠിക്കാനുള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെറിവേഷൻ തന്നെയാണത്. ഈ ഒരു ഡെറിവേഷൻ ഒരു മിനിമം നമുക്ക് എത്ര മാർക്കിന് ചോദിക്കും? യെസ്, മിനിമം ടു മിനിമം ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു അടിപൊളി ഡെറിവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കണ്ടെത്തും. അതുവരേക്കും താങ്ക് യു.